രാവിലത്തെ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ തുണി അലക്കാനൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. പാപ്പുൻ്റെ യൂണിഫോമൊക്കെ ഞാൻ പുറത്ത് കല്ലിലിട്ടാണ് നനയ്ക്കുന്നത്. അതൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ ഇട്ട് നനയ്ക്കുമ്പോഴാണ് നന്നായിട്ട് വൃത്തിയാകുന്നതായിട്ട് തോന്നുന്നത്. കാരണം വെള്ള യൂണിഫോം അല്ലേ, അതുകൊണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇനി കുറച്ച് പരിപാടികൾ കൂടുതലുണ്ട്. കാരണം മാസത്തെ ക്ലീനിങ് ഡേ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കിച്ചണിലെ സ്റ്റാൻഡൊക്കെ ഞാൻ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ പുറത്താണ് സാധനങ്ങൾ, ആ കുപ്പികളൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് എല്ലാ മാസവും മാറ്റാറുണ്ട്. മാറ്റി തുടച്ചതിന് ശേഷം ഞാൻ പിന്നെ പുതിയ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കുപ്പികളൊക്കെ വെക്കുന്നത്. അതാകുമ്പം എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തോട്ട് ആവത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇത് ഞാൻ എല്ലാ മാസവും ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഷെൽഫ് ഞാൻ കല്യാണം കഴിഞ്ഞാൽ വന്ന അന്ന് മുതൽ ഈ വീട്ടിലുള്ളതാണ്. മാറ്റണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ മാറ്റുന്ന സമയത്ത് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. വേറെ എന്താ പറയുക, പൊട്ടിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇവിടുത്തെ എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിജുവേട്ടൻ ആർട്ടിസ്റ്റാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെച്ച വീടാണ്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം ആൻറ്റിക് പീസസ് ആണ്, മിക്കതും ആൻറ്റിക് പീസസ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്കങ്ങനെ മാറ്റണമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ മേളത്തെ തട്ടും താഴത്തെ തട്ടും ഫുൾ 4 തട്ടുള്ളതും എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ആ ഷെൽഫൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ച് പറക്കി ക്ലീനാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വല്ലപ്പോഴും ചെയ്താൽ, അങ്ങനെയല്ല. മാസത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് സമയം എടുത്ത് അങ്ങ് ചെയ്യും. അല്ലാത്ത എല്ലാ ദിവസവും ക്ലീൻ ചെയ്തിട്ടൊക്കെ തന്നെയാണ് വെക്കുന്നത്, അത് വേറെ കാര്യം. ചില ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ കുത്തിയിരുന്ന് സമയം എടുത്ത് തുടയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു ദിവസം ഇതിനായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 2 ദിവസമൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ചെയ്താൽ ഞാൻ തളർന്ന ഒരു സൈഡിൽ കിടപ്പിലായി പോകും. അപ്പോൾ അത്രേ ഉള്ളൂ.